എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. പതിവിലും കൂടുതൽ നേരത്തെയാണ് എഴുന്നേറ്റത്. കാരണം റൂബിക്ക് വയറുവേദന എന്തോ ആയിരുന്നു. അങ്ങനെ അവളെ പുറത്തിറക്കി പുല്ലൊക്കെ കഴിച്ച് അതിനുശേഷം പിന്നെ റിച്ചാർഡാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. റിച്ചാർഡ് വിളിച്ച് കുറച്ചധികം നേരം സംസാരിച്ച് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ യൂട്യൂബ് വർക്കും കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ബ്ലിങ്കിറ്റിൽ ഓർഡർ കൊടുത്തത്. അപ്പോൾ എനിക്കിന്ന് വേണ്ടത് മൈദയായിരുന്നു. മൈദ മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തിരി സാധനം മേടിച്ചത് കേട്ടോ. പിന്നെ ബട്ടറും ചീസും ഒക്കെ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതായാലും സാധനങ്ങൾ എടുക്കുമ്പോൾ ഇത്തിരി പൈസയും തികയണമല്ലോ എന്ന് വിചാരിച്ചിട്ടെങ്കിൽ ബട്ടറും ചീസൊക്കെ എടുത്ത് ഒരു സ്നാക്ക് അടുത്തൊരു ദിവസം ബട്ടറൊക്കെ വെച്ച് ചീസൊക്കെ വെച്ച് ഉണ്ടാക്കണത്. അപ്പോൾ അത് ഉണ്ടാക്കാം, അതിന് വേണ്ടിയിട്ട് അതും കൂടി മേടിച്ച് അപ്പോൾ ഏറെക്കുറെ ഒരു 350 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ പാല്, തൈര് അങ്ങനെയൊക്കെ മേടിച്ചിട്ട് അപ്പോൾ പാല് നമ്മളിപ്പം മേടിക്കണില്ല. ആരും ഇല്ലെന്നുണ്ടെങ്കിൽ റോജർ ഇല്ലെന്നുണ്ടെങ്കിലും റിച്ചാർഡ് ചായയും അങ്ങനെ പാല് കൂട്ടിയിട്ടൊക്കെ കുടിക്കണത്, അല്ലെങ്കിൽ റോജർ പാല് മാത്രം ഇട്ട് കുടിക്കും അങ്ങനെയൊക്കെ. അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ ആരും പാല് കഴിക്കാനായിട്ടൊന്നുമില്ല, അതുകൊണ്ട് മേടിക്കാറില്ല. എങ്കിലും ചില സമയത്ത് എനിക്കൊരു പാൽ ചായ കുടിക്കാൻ തോന്നും കേട്ടോ. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും കുടിക്കാമല്ല എന്നൊക്കെ വിചാരിച്ച് 2 പാക്കറ്റ് പാല്. പിന്നെ ഇതെല്ലാം ആ പാനൽ സ്മാർട്ട് ആപ്പിലേക്ക് കയറ്റണം. അത് ഒരു പണിയാണ്. ചില സമയത്തൊക്കെ ഞാൻ മറന്നു പോകും കേട്ടോ. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കയറ്റാതെയും പോകും. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ ബുദ്ധിമുട്ടാണിത്. എങ്കിലും ചെയ്യുന്നുണ്ട്. കാരണം ആ ഒരു പാനൽ സ്മാർട്ടിൻ്റെ ആപ്പ് പണ്ട്, ഇപ്പോഴാണ് പാനൽ സ്മാർട്ട് എന്നുള്ള ഒരിതിൽ വന്നത്. പണ്ട് നമ്മൾ റിച്ചാർഡിനൊക്കെ ഒരു 2 വയസ്സ് ആ ഒരു പ്രായത്തിൽ നമ്മളത് പണ്ട് ചെയ്തിട്ടുണ്ട്. അന്ന് നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാനെപ്പോഴും പറയൂലേ, ഈ മേടിക്കുന്ന സാധനങ്ങളുടെ കവറുകൾ സൂക്ഷിച്ച് വെച്ചാൽ മാത്രം മതി. ഇതിപ്പോൾ അവർ എല്ലാം ഓൺലൈനിലാക്കിയതുകൊണ്ട് ഇത്തിരി പണിയുണ്ട്. നമുക്കാണ് പണി, മറ്റേത് അവർക്കാണ് പണി. അവരെല്ലാ മാസവും വന്നിട്ട് ഈ empty പാക്കറ്റ്സ് കളക്ട് ചെയ്ത് എന്നിട്ടാണ് അവർ എങ്ങനെയാണ് സൊസൈറ്റിയുടെ പൾസ് എന്നറിയാനും ഏത് പ്രൈസ് റേഞ്ച്, ഏത് ബ്രാൻഡ്, ഇതൊക്കെ അവർ നോക്കി എങ്ങനെയാണ് ആളുകൾ ഇതിനെ സ്വീകരിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഉപേക്ഷിക്കുക, ഇതൊക്കെ അറിഞ്ഞിട്ട് ഓരോ കമ്പനികൾക്ക് അതനുസരിച്ച് വ്യത്യാസം വരുത്താൻ ഇൻഫോർമേഷൻസ് ഒക്കെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആപ്പ്. ഈ ആപ്പ് നമുക്ക് അവർ വന്ന് ഇൻസ്റ്റാൾ ചെയ്ത് തന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നേരിട്ട് ഈ ഒരു ആപ്പിൽ കയറിയിട്ട് നമുക്കിതിൽ ജോയിൻ ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾക്കത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നില്ല ചേച്ചി എന്നുള്ള കമൻറ്റ് ഇടയ്ക്ക് കാണാറുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇന്ന് ഏതായാലും പഴംപൊരി. അപ്പോൾ ഞാൻ മൈദ പൊടിയുടെ കൂടെ കടലപ്പൊടിയാണ് ചേർത്തത് കേട്ടോ. ഇവിടെ അതാണ് ഇഷ്ടം, കാരണം സോഫ്റ്റ് ആയിട്ടുള്ള പഴംപൊരിയാണ് ഇവിടെ ഇഷ്ടം. അരിപ്പൊടി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് മുരിഞ്ഞ് ഹാർഡായിട്ടുള്ള പഴംപൊരി വരും. അത് ഇരിക്കും തോറും അത് ഹാർഡായിട്ട് വരികയും ചെയ്യും. ഈ ഒരു കടലപ്പൊടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ പഴംപൊരി നല്ല ക്രഞ്ചി ആയിട്ടിരിക്കും. ചൂടായിട്ട് കഴിക്കുമ്പോൾ അതിൻ്റെ മുരിഞ്ഞ ഇതൊക്കെ നല്ല ക്രഞ്ചി ആയിട്ടിരിക്കും. പക്ഷേ ഇത് തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ് ആയിരിക്കും, അതാണ് വ്യത്യാസം. അപ്പോൾ അങ്ങനെ ഇത് ഇപ്പോൾ ഒരു ഗ്ലാസ് മൈദപ്പൊടിക്ക് ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 2 ടീസ്പൂൺ കടലപ്പൊടി മതി, അധികം ഇടണ്ട. പിന്നെ ഉപ്പെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇപ്പോൾ ഒരു 2 ഗ്ലാസ് അല്ലെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് മൈദയ്ക്കാണെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് മൈദക്ക് ഒരു 2 ടീസ്പൂൺ പഞ്ചസാരയും ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോഴാണ് പഴംപൊരിക്ക് നല്ലൊരു ടേസ്റ്റ്. ആ ഒരു മധുരവും കൂടി വരണം, ഒരുപാട് മധുരവും ആകരുത്. അപ്പോൾ ഈ പഴംപൊരി പെട്ടെന്ന് കരിഞ്ഞു പോകും. പിന്നെ മുളക് പൊടി എരിവുള്ളത് വേണമെങ്കിൽ ഇട്ടുകൊടുക്കുക. ചില സമയത്ത് എനിക്കങ്ങനെ തോന്നിയാൽ ഞാൻ ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എന്തായാലും പഴംപൊരി ഉണ്ടാക്കുന്നതുകൊണ്ട് അത് വൈകുന്നേരം അത് ബാക്കി ഉണ്ടാകും. കാരണം റയനും പപ്പയും മാത്രമല്ലേ ഉള്ളൂ. ഞാൻ സാധാരണ പഴംപൊരി ഇങ്ങനെ കഴിക്കാറില്ല, എനിക്കത്ര ഇഷ്ടമല്ല. ഇന്നിപ്പോൾ ഏതായാലും 2 എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി വേറെ ഒരു സാധനം ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ പഴവും തീർന്നു പോയിട്ടുണ്ടായിരുന്നു. എല്ലാ പഴവും ഞാൻ എടുത്തിട്ട് പഴംപൊരി ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതവിടെ ആകുന്ന നേരം കൊണ്ട് തുണികൾ കഴുകാൻ വേണ്ടിയിട്ടും കൊണ്ടുവന്നിട്ടാ. അപ്പോൾ ഇന്ന് ഏതായാലും ഞാൻ ഇത്തിരി ബീഫ് ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബീഫും ചിക്കനും ഒന്നുമില്ല വീട്ടിൽ, ചിക്കന് തീർന്നിരിക്കണേണ്. അപ്പോൾ തലേ ദിവസം ചിക്കൻ ഉണ്ടാകുന്നില്ല റൂബിക്ക്. അപ്പോൾ ഇന്ന് ഏതായാലും അവൾക്ക് ബീഫ് കൊടുക്കാം. കാരണം ഇന്ന് ചിക്കൻ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കറിക്ക് വേറെ സാധനം മേടിക്കണം. പപ്പ ചിക്കൻ കഴിക്കൂലല്ലോ. അപ്പോൾ ബീഫാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ 4 പേരും കഴിക്കും, റൂബിയും ഞങ്ങൾ 3 പേരും. റൂബിക്കാണെങ്കിൽ ബീഫ് ഭയങ്കര ഇഷ്ടമാണ്, പിന്നെ ഞാനങ്ങനെ കൊടുക്കാറില്ലെന്ന് മാത്രം. അപ്പോൾ ഇന്ന് ഏതായാലും ബീഫൊക്കെ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബീഫിന് ഇവിടെ 380 ആണ് കേട്ടോ വില.
അപ്പോൾ 2 കിലോ ബീഫിന് 760 ആണ് പറഞ്ഞത്. ഇപ്പോൾ റോജറൊക്കെ കൂടി ഇടുന്നുണ്ടെങ്കിൽ ഞാൻ 3 കിലോയാണ് മേടിക്കുന്നത്. കാരണം ബീഫ് എത്ര തന്നെ കൂടുതൽ മേടിച്ചിട്ടും കാര്യമില്ല, അന്ന് വേവിച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് ആയിപ്പോണേ, ചുരുങ്ങി അങ്ങോട്ട് ഒട്ടും തന്നെ ഇല്ലാത്ത രീതിയിലായിപ്പോണേ. അപ്പോൾ അതുകൊണ്ട് പണ്ടത്തെ പോലത്തെ ഒരു കണക്കല്ല ഇപ്പോൾ ബീഫിന്. പണ്ട് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ 1 കിലോ മേടിച്ചാൽ മതി, പിറ്റേ ദിവസത്തേക്ക് ഉണ്ടാവും എന്നുള്ളതാണ് എല്ലാവരും പറഞ്ഞു കേൾക്കുന്നത്. അങ്ങനത്തെ ബീഫ് കൊണ്ടുവന്ന് 2 കിലോ ബീഫുണ്ട്. എപ്പോഴും കറക്റ്റ് തൂക്കത്തിലാണ് കൊണ്ടുവരട്ടെ കേട്ടോ. എങ്കിലും നമുക്ക് കിച്ചൺ സ്കെയിൽ ഉള്ളത് കൊണ്ട് തന്നെ തൂക്കാൻ തോന്നും. എന്തെങ്കിലും ഇങ്ങനെ മേടിച്ച് കഴിയുമ്പോഴത്തേക്കും തൂക്കി നോക്കാൻ തോന്നും. അങ്ങനെ തൂക്കണതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡിജിറ്റൽ വെയിങ് സ്കെയിൽ എവിടെ നിന്നാണെന്നൊക്കെ ചിലർ ചോദിക്കാറുണ്ട്. ഇത് മേടിച്ചതേ ഞാൻ മറന്നുപോയി, എവിടെ നിന്നാണ് മേടിച്ചതെന്നും അതിൻ്റെ ലിങ്കാവൊന്നും എൻ്റെ കയ്യിലില്ല. പക്ഷേ ഡിജിറ്റൽ വെയിങ് സ്കെയിൽ അല്ലെങ്കിൽ ഡിജിറ്റൽ കിച്ചൺ സ്കെയിൽ എന്നൊക്കെ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ പല ഐറ്റംസ് കാണും. അപ്പോൾ എന്തായാലും ഈ ഒരു സാധനം അതിനകത്ത് ഉണ്ട്. അങ്ങനെ മേടിക്കണമെന്നുണ്ടെങ്കിൽ മേടിക്കാം. എനിക്ക് തോന്നുന്നത് ഒരു 150-300 അതിൻ്റെ വിലയെന്ന് തോന്നുന്നു, അധികം വിലയില്ല. അപ്പോൾ ഇല്ലേ, നമ്മുടെ റൂബി കുഞ്ഞ് തലേദിവസം ചിക്കൻ കഴിച്ചിട്ടില്ല കേട്ടോ. ചപ്പാത്തിയുടെ ഒരു ചെറിയ പീസും പിന്നെ മുട്ടയൊക്കെയാണ് കഴിച്ചിട്ടുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ റൂബി കുഞ്ഞിന് വിശക്കറുണ്ടാകുക എന്നുള്ള ഒരു ഇതിൽ ഞാൻ ആദ്യം റൂബി കുഞ്ഞിനാണ് ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് കഴുകി വേവിക്കാൻ വെക്കണത് കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ട് കുറച്ചധികം വെള്ളവും വെച്ചിട്ടുണ്ട്. ഇനി അടുക്കി പിടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ചല്ലേ ചിക്കനുള്ളൂ. ഈ ഒരു കുക്കറിൽ ഇത് ആക്കി കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് നല്ല രീതിയിൽ വെന്ത് വരും. അതുകൊണ്ടാണ് ഞാൻ ഇതിനേലും കുഞ്ഞു കുക്കറുണ്ട്, അപ്പോൾ അതിലിടാതെ ഇതിലിടണ കാര്യം തന്നെ. ഇതിലിട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വെന്ത് വരും. മറ്റേത് വെള്ളം വറ്റിപ്പോവും ചെറിയ കുക്കറാകുമ്പോഴേ. വെള്ളം കൂടുതൽ ഒഴിച്ചാൽ അതിങ്ങനെ ലീക്ക് ചെയ്ത് പുറത്തേക്കൊക്കെ ചാടി വരും. അപ്പോൾ അങ്ങനെ റൂബി കുഞ്ഞിൻ്റെത് ആദ്യം തന്നെ ഇട്ടതിന് ശേഷമാണ് പിന്നെ ഞാൻ അടുത്തടുത്ത കാര്യങ്ങൾക്ക് വേണ്ടി നിന്നത് കേട്ടോ. അപ്പോൾ അവളുടെ കാര്യത്തിനാണ് നമ്മളെപ്പോഴും മുൻഗണന കൊടുക്കുന്നത്. നമ്മളുടെ വീട്ടിലെല്ലാവരും അവളുടെ കാര്യത്തിനാണ് മുൻഗണന കൊടുക്കുന്നത്. അവൾക്ക് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അവൾ അങ്ങനെ ആയിരിക്കാം ഇങ്ങനെ ആയിരിക്കാം എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അവൾക്ക് വേണ്ടത് ഏറ്റവും ആദ്യം നമ്മളെല്ലാവരും ചെയ്തിരിക്കും കേട്ടോ. അപ്പോൾ അത് തന്നെയാണ് ഇപ്പോഴും കണ്ടത്. പിന്നെ അവൾ ചിലപ്പോൾ കഴിക്കൂല, എങ്കിലും നമുക്കൊരു സമാധാനം വേണമല്ലോ. കൊടുത്തില്ലെങ്കിൽ അവൾക്ക് വേണമായിരുന്നോ എന്നൊരു തോന്നൽ. അപ്പോൾ കൊടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഓക്കെ, അപ്പോൾ എനിക്ക് സമാധാനമില്ല. അവൾക്ക് വേണ്ടല്ല എങ്കിലും ഞാൻ അത് ആ സമയത്ത് കൊടുത്തല്ല, അവൾ കഴിക്കാത്തത് അവക്കടെ ഒരു ഇത്, അങ്ങനെ നമുക്ക് ഒരു സമാധാനവും എപ്പോഴും അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അരിയൊക്കെ വേഗം തിളച്ചപ്പോൾ നമ്മളെപ്പോഴും സോളാർ വാട്ടർ ഹീറ്ററിൽ നിന്ന് വെള്ളം എടുത്തിട്ടാണ് തിളപ്പിക്കാൻ വെക്കണത്. അപ്പോൾ അത് 80% തിളച്ച് കിടക്കണ വെള്ളമാണ്. പിന്നെ നമ്മൾ അരി ഇട്ട് കഴിഞ്ഞാൽ ആ നിമിഷം അത് തിളക്കും പെട്ടെന്ന് തന്നെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമുക്ക് ഗ്യാസ് കൺസംഷൻ കുറയണത് കേട്ടോ. ഇപ്പോൾ ഏറെക്കുറെ 1.5 മാസം ഇവിടെ എല്ലാവരും ഉണ്ടെങ്കിലും 1.5 മാസത്തിൽ കൂടുതൽ സിലിണ്ടർ കത്തും. എല്ലാവരും ഉണ്ടെങ്കിൽ 5 പേരുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് പാചകം ഉണ്ടെന്നുള്ളത് അറിയാമല്ലോ. അപ്പോൾ എങ്കിലും അത്രയും നാളുണ്ടാവും. പിന്നെ അധികം ആളില്ലെന്നുണ്ടെങ്കിൽ 2 മാസം ഒരു ഗ്യാസ് സിലിണ്ടർ ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മൾ വെള്ളം തിളപ്പിക്കലുമില്ല, കുടിക്കാൻ വേണ്ടിയിട്ട് നേരിട്ട് പ്യൂരിഫയറിലത്തെ വെള്ളം തന്നെ എടുക്കണത്, അങ്ങനെ തിളപ്പിക്കലൊന്നുമില്ല. കുളിക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ചൂടാക്കേണ്ട ആവശ്യമില്ല, എല്ലാം സോളാർ വാട്ടർ ഹീറ്ററിൽ നിന്ന് എടുക്കണത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഗ്യാസ് കുറച്ച് കൂടുതൽ നാൾ നിൽക്കുന്നത്. അങ്ങനത്തെ ഞാൻ വേഗം റൂബിക്കുള്ളത് എടുത്തിട്ട് അവിടെ വെച്ചപ്പോൾ തന്നെ പോക്ക് കണ്ടാ, ശരിക്കും ബോംബ് പൊട്ടും എന്നുള്ള രീതിക്ക് പോകണേ. എപ്പോഴും അങ്ങനെയാണ്. ഫുഡ് കണ്ടു കഴിഞ്ഞാൽ അയ്യോ അത് ബോംബാണെന്നുള്ള രീതിക്കാണ് ആളവിടെ നിന്ന് പോണത്. പിന്നെ ഞാൻ വിചാരിച്ചേ ഒന്ന് ചൂടായിട്ടിരിക്കണല്ലേ, ആ ചൂടാറുന്ന നേരം കൊണ്ട് ഇതൊക്കെ ഒന്ന് പീൽ ചെയ്ത് കട്ട് ചെയ്തൊക്കെ വെക്കാമെന്ന് വിചാരിച്ചേട്ടാ. അപ്പോൾ നമ്മുടെ ബീഫ് എല്ലാം ഇനിയിപ്പോൾ ഒന്നിച്ച് തന്നെ ഞാൻ വേവിക്കാമെന്ന് വിചാരിച്ച്, എന്നിട്ട് കുറച്ച് വേവിച്ചതെടുത്ത് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അങ്ങനെ കഴുകി ബീഫ് എല്ലാം കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് കുറച്ച് പച്ചക്ക് തന്നെ മാറ്റണേ നല്ലത്. കാരണം എല്ലാം കൂടി ആ കുക്കറിൽ നിറഞ്ഞിരുന്നിട്ട് ഇങ്ങനെ പുറത്തേക്ക് ചീറ്റാൻ തുടങ്ങും വെള്ളം. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് കുറച്ച് മാറ്റാം, എന്നിട്ട് ഇപ്പോൾ ആവശ്യത്തിനുള്ളത് ഏതായാലും വഴറ്റിയിട്ട് തന്നെ അങ്ങോട്ട് വെക്കാം. അപ്പോൾ പിന്നെ ഒന്ന് വഴറ്റേണ്ട കാര്യം വരുന്നില്ല. വെന്ത് കഴിഞ്ഞാൽ പിന്നെ അതിനകത്തേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ടാൽ മാത്രം മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഏതായാലും പൊടികൾ നോക്കിയപ്പോൾ എല്ലാ പൊടികളും തീർന്നിരിക്കണേ. അങ്ങനെ അതെല്ലാം ഒന്ന് റീഫില്ല് ചെയ്ത്, അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് റീഫില്ല് ചെയ്യാനുള്ള നേരം ഉണ്ടായിരുന്നില്ല.
അപ്പോൾ ഇത് കുറച്ച് ദിവസം കൊണ്ട് തന്നെ അങ്ങോട്ട് തീരും കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കഴുകാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇപ്പോൾ തിരക്ക് പിടിച്ച് ചെയ്യണേല്ലേ. അപ്പോൾ ഇതിങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുന്ന നേരത്ത് പപ്പ കുറച്ച് സാധനങ്ങളൊക്കെ പുറത്തുനിന്ന് ഇത് മേടിക്കാനുള്ളത് മേടിച്ചിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ പപ്പ പറഞ്ഞ് അപ്പോൾ ഇപ്പോൾ കറണ്ട് പോകുമെന്ന് തോന്നുന്നുണ്ട്. കാരണം നമ്മളുടെ ഒരു ദിവസം മൊത്തത്തിൽ കറണ്ട് ഉണ്ടായിരുന്നില്ലല്ലോ 19 മണിക്കൂർ. അപ്പോൾ അതിൻ്റെ ആ ഒരു സംഭവം അത്യാവശ്യം അവരിങ്ങനെ ഇങ്ങനെ ഒന്ന് കൊള്ളിച്ച് നിർത്തിയിട്ടാണ് നമുക്കന്ന് കറണ്ട് തന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അവരത് മൊത്തത്തിൽ മാറ്റാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അത് ഓഫ് ചെയ്യൂട്ടാ കറണ്ട് എന്ന് പറഞ്ഞ്. അതുകൊണ്ട് മിക്സി എടുക്കേണ്ട കാര്യമൊക്കെ വേഗം ചെയ്ത് തീർക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഓടിപ്പോയി തേങ്ങ ചിരണ്ടിയെടുത്ത്, തേങ്ങ ഉണ്ടാകുന്നില്ല ചിരണ്ടിയത്, തേങ്ങ ഓടിപ്പോയി ചിരണ്ടിയെടുത്ത് ക്യാബേജ് തോരനുള്ളതും മോരുചാറിനുള്ളതും അടിച്ച് മാറ്റി. ഇനിയിപ്പോൾ അതവിടെ ഇരിക്കട്ടെ, പിന്നെ സാവധാനം നമുക്ക് ചെയ്യാമല്ലോ. പപ്പ പറഞ്ഞ പോലെ തന്നെ കറണ്ട് പോവുകയും ചെയ്തിട്ടാ. ഏതായാലും ചിരണ്ടി വരണതിനുള്ളിൽ കറണ്ട് പോയില്ല ഭാഗ്യത്തിന്. ഞാനപ്പോൾ ഇങ്ങനെ ടെൻഷനിലാണ് ചിരണ്ടണം, അയ്യോ ചിരണ്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കറണ്ട് പോയാൽ പണിയാവുമല്ലോ എന്നുള്ളത്. പക്ഷേ എല്ലാം കഴിഞ്ഞിട്ടാണ് കറണ്ട് പോയത്. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇറച്ചി അങ്ങനെ തന്നെ വേഗം ആദ്യം ഇറച്ചി വെക്കാമെന്നാണ് വിചാരിച്ചത്. കറി അങ്ങോട്ട് ആക്കി കുക്കർ പിന്നെ സാവധാനം നമുക്ക് ഓപ്പൺ ചെയ്താലൊക്കെ മതിയല്ല. അപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തേങ്ങ ഇരണ്ടാനൊക്കെ പോയപ്പോൾ ഒത്തിരി നേരം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പച്ചക്ക് തന്നെ ബീഫ് കുറച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇതിനകത്ത് വഴറ്റിയിട്ടാണ് വെക്കണത്. അപ്പോൾ കുറച്ചധികം സവാളയും ഇത് ഇഞ്ചി ചതച്ച് ഇട്ടത് അപ്പോൾ ഒരു പീസായിട്ട് ഇങ്ങനെ കിടന്നിട്ട് ഇത് മാറ്റാമല്ല, അതിൻ്റെ നീരൊക്കെ ഇറങ്ങുകയും ചെയ്യും. അല്ലെന്നുണ്ടെങ്കിൽ പെറുക്കി നിൽക്കണം. ഇഞ്ചി ഇങ്ങനെ ഈർക്കിൽ രൂപത്തിൽ കട്ട് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ പച്ചമുളക് ഇട്ട് വേപ്പിലിടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. വേപ്പിലിട്ട് ഏറ്റവും അവസാനം ഇട്ടിട്ടുണ്ടായിരുന്നത് എന്ന് വെച്ചാൽ കറിയെല്ലാം ആയതിന് ശേഷമാണ് ഉരുളക്കിഴങ്ങുന്ന സമയത്ത് വേപ്പിലിട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എടുത്തു വെച്ച പൊടികളിലെ മല്ലിപ്പൊടി കുറച്ച് ഒരു അരക്കപ്പോളം മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി വേണം, അപ്പോഴേ നല്ലൊരു തിക്നെസ്സൊക്കെ ഉണ്ടാവുള്ളൂ. മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടിയും പെരിഞ്ജീരകത്തിൻ്റെ പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഇതെല്ലാം കൂടിയാണ് ഇട്ട് പച്ചമുളക് അത് ഞാൻ കുതിർത്തില്ല. പൊടിയായിട്ട് തന്നെ ഇട്ടാലും ഒരു കുഴപ്പമില്ല. കരിയാതെ നമ്മൾ നോക്കണമെന്ന് മാത്രം. പിന്നെ ഇറച്ചിയൊക്കെ ആവശ്യത്തിനുള്ളത് ഇട്ട് പിന്നെയും കുറച്ച് ഇറച്ചി മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇത് കുറേ അധികം പോലെ തോന്നി, അപ്പോൾ കുറച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു ഞാൻ. ആദ്യം ഞാൻ കുറച്ചെടുത്തല്ല, അതിൻ്റെ കൂട്ടത്തിൽ കുറച്ചും കൂടി അതിനകത്ത് വെച്ച് അമർത്തി എടുത്ത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച്, കാരണം എനിക്ക് ചാറ് വേണം, ഉരുളക്കിഴങ്ങ് കിടന്ന് വേകാനുള്ള ഒരു ചാറ് കൂടി അതിന് വേണം. അങ്ങനെ ആദ്യത്തെ വിസിലടിച്ച് പിന്നെ കുറച്ച് വെച്ചതിന് ശേഷം ഞാൻ പപ്പ മേടിച്ചുകൊണ്ട് വന്ന സാധനങ്ങൾ നോക്കി. അപ്പോൾ എനിക്ക് അത്യാവശ്യം ഉരുളക്കിഴങ്ങ് ഇവിടെ വേണമായിരുന്നു. അത് ഞാൻ ബ്ലിങ്കിറ്റിൽ നിന്ന് എടുക്കാൻ മറന്നുപോയതാണ്. എന്നുണ്ടെങ്കിൽ പപ്പനെ ഇപ്പോൾ ഓടിക്കേണ്ടിയില്ലായിരുന്നു. അപ്പോൾ ഉരുളക്കിഴങ്ങ് മാത്രമായിട്ട് മേടിക്കേണ്ടല്ല എന്ന് വിചാരിച്ചു. പിന്നെ ക്യാബേജും കൂടി, അപ്പോൾ ബ്ലിങ്കിറ്റിൽ ക്യാബേജും ഒക്കെ ഉണ്ടായിരുന്നു. അതിനകത്ത് മേടിക്കാൻ ഞാൻ ഓർത്തില്ല സത്യത്തിൽ. അപ്പോൾ ക്യാബേജ് ഉരുളക്കിഴങ്ങും മേടിക്കാനായിട്ട് പപ്പനെ വിട്ടതാണ്. പിന്നെ ഇത്തിരി പച്ചമുളക് നമുക്ക് അത്യാവശ്യം ഉണ്ട് ഇവിടെ, എങ്കിലും ഒന്ന് ഇപ്പം മേടിപ്പിച്ചതാണ് കൂട്ടത്തിൽ. അത് മറന്നു പോകണമായിരുന്നു പച്ചമുളക്. പിന്നെ ഏത്തപ്പഴം, മാതള നാരങ്ങ. അങ്ങനെ മാതള നാരങ്ങ കിലോ 260 രൂപയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ വെളിയിലൂടെ ഇങ്ങോട്ട് പോകുന്നു കഴിഞ്ഞപ്പോഴേ, വെളിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ പേരാണ് കേട്ടോ, അവിടെ കൂടി ഇങ്ങോട്ട് പോകുന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ എല്ലാ ഫ്രൂട്ട്സും തന്നെയും വഴിയിൽ വിൽക്കുന്നുണ്ടായിരുന്നു ഒരു വണ്ടി വന്നിട്ട്. അപ്പോൾ അവിടെയൊക്കെ വില കുറവായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ എന്താണ് ഇത്രയും വില കൂടിയത് മേടിച്ചത്? അവിടെയൊക്കെ വില കുറവാണ്. അപ്പോൾ പറഞ്ഞു ഇത് നല്ല ക്വാളിറ്റിയാണ്, അതുകൊണ്ടാണ് ഇതിന് വിലയെന്നൊക്കെ പറഞ്ഞാൽ. എന്തെങ്കിലും ആട്ടെ, ഇപ്പോൾ ഏതായാലും മേടിച്ച്. എനിക്കങ്ങനെ കൂടിയ വിലക്കൊക്കെ മേടിക്കണത് എനിക്കിഷ്ടമല്ല. കാരണം കുറഞ്ഞ വിലക്ക് കിട്ടുമ്പോൾ പിന്നെ കൂടിയ വിലക്ക് പോയി മേടിക്കണം എന്തിനാണെന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. അങ്ങനെ നമ്മുടെ ബീഫിൻ്റെ ഇത് ആവിയെല്ലാം പോയി തുറന്ന് വെന്താന്ന് നോക്കിയപ്പോഴത്തേക്കും കുറച്ചുകൂടി വേവുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ഒന്നുകൂടി അടച്ച് വെച്ചിട്ട് ഒന്നുകൂടി വേവിച്ചു. കാരണം ഇവിടെ നല്ല വേഗത തന്നെയാണ് പപ്പക്കും റയനും ഒക്കെ ഇഷ്ടം. അപ്പോൾ ബീഫ് വെന്താന്ന് നോക്കാനായിട്ട് വായ പൊള്ളിച്ചിട്ടൊന്നും നോക്കണ്ട. ഒരു കത്തിയ അല്ലെങ്കിൽ എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ളൊരു സാധനം വെച്ചിട്ട് ചുമ്മാ ഒന്ന് കുത്തി നോക്കുമ്പോൾ വളരെ എളുപ്പത്തിനകത്തേക്ക് കയറണമെന്നുണ്ടെങ്കിൽ വെന്തൊന്നും അതിങ്ങനെ നമുക്കറിയാമല്ല, കുറച്ച് ബുദ്ധിമുട്ടിയാണ് അകത്തേക്ക് അതിൻ്റെ ഇത് കുത്ത് കയറണതെങ്കിൽ അത് മര്യാദയ്ക്ക് വെന്തിട്ടില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. അതെല്ലാം പപ്പടം അമ്മേനെ എന്നെ പഠിപ്പിച്ചു തന്നത്. പണ്ടൊക്കെ ഞങ്ങളുടെ വീട്ടിലൊക്കെ ഞാൻ കണ്ടേക്കണത് വായിൽ വെച്ച് വായും പൊള്ളിച്ച് ചവച്ച് നോക്കിയിട്ടാണ് വെന്താന്നറിയുക. പക്ഷേ ഈ ഒരു
ടിപ്പ് വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നി എനിക്ക്. അന്ന് അമ്മ കാണിച്ചു തന്നത് ഇപ്പോൾ വരെയും ഞാൻ അങ്ങനെ തന്നെയാണ് പോണത്. ഏതായാലും അതൊന്നുകൂടി വേവിക്കാനിട്ട് അതിപ്പോൾ ഏതായാലും പിന്നെ നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്തേക്കാമെന്ന് വിചാരിച്ച് ക്യാബേജ് തോരന് വേണ്ടിയിട്ടുള്ളത് നമ്മൾ മിക്സിയിലൊക്കെ എല്ലാം തേങ്ങയൊക്കെ അടിച്ച് വെച്ചേക്കണം. അപ്പോൾ എനിക്കാണെങ്കിൽ തേങ്ങ ഒന്ന് ഒതുക്കിയെടുത്തിട്ട് തോരൻ ഉണ്ടാക്കുന്നതാണ് നല്ലത്. സമയമില്ലെങ്കിൽ തേങ്ങാപ്പീര അങ്ങനെ തന്നെ ഇടും. അപ്പോൾ തേങ്ങാപ്പീരയുടെ അകത്തേക്ക് ഇട്ടത് പച്ചമുളകും പെരുംജീരകവും ഇത്തിരി വെളുത്തുള്ളി, ഒരു കുഞ്ഞ് കഷ്ണം വെളുത്തുള്ളിയുമാണ് ഇട്ടിട്ടുണ്ടാകുന്നത്, മഞ്ഞൾപ്പൊടി. പിന്നെ നമ്മൾ ചാറിൻ്റെ അകത്ത് ചെറിയ ജീരകമാണ് ചേർക്കണം കേട്ടോ. ചെറിയ ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടി അങ്ങനെ. അപ്പോൾ ഭൂരിഭാഗം ആളുകളും ചെറിയ ജീരകം ഇട്ട് തന്നെയാണ് ഇത് തോരൻ ഉണ്ടാക്കണത്. പക്ഷെ പെരുംജീരകം ഇട്ട് കഴിഞ്ഞാൽ ആ തോരൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേക രുചിയായി മാറും. ചെറിയ ജീരകം ഇടുന്ന പോലെയല്ല. ഞാൻ നേരത്തെയൊക്കെ ചെറിയ ജീരകം ഇടുമായിരുന്നു. ഇപ്പോൾ പക്ഷേ പെരുംജീരകം ഇട്ട് കഴിഞ്ഞ് നോക്കിയിട്ട് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടേക്കുന്നത്. അത് ഞാൻ പുറത്ത് സദ്യയിലൊക്കെ കഴിക്കാൻ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പെരുംജീരകമാണ് അവർ അതിനകത്ത് ഇട്ടേക്കണമെന്നുള്ളത്. അപ്പോഴാണ് ഞാൻ പെരുംജീരകം ഇടാൻ തുടങ്ങിയത്. അങ്ങനെ പിന്നെ ഇതൊന്ന് താളിച്ചിട്ട് ഇത്തിരി മുളക് പൊടിയൊക്കെ ഇട്ട് കായപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് താളിച്ചും കൂടി ഇട്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ എല്ലാം അരിഞ്ഞിട്ടുണ്ടായിരുന്നേ. ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം തന്നെ താളിക്കാനും ഒക്കെ പറ്റി. പിന്നെ ഇനി കുക്കർ തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഏതായാലും പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി കുറച്ചധികം ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ റയന് വിന്താലും ഇപ്പോൾ വേണ്ട. നേരത്തൊക്കെ വിന്താലും മോരുചാറും ക്യാബേജ് തോരനും. ഇപ്പോൾ ആ ഒരു കോമ്പിനേഷൻ മാറി. ഉരുളക്കിഴങ്ങ് കഴിക്കാറില്ല. റയന് ഒട്ടും ഇഷ്ടമല്ല. റോജനും അത്ര ഇഷ്ടമല്ല. ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് വെക്കണതൊന്നും അത്ര ഇഷ്ടമല്ല. കഴിക്കും എങ്കിലും അത്ര ഇഷ്ടമല്ല. റയനൊട്ടും തന്നെ ഇഷ്ടമല്ല. റയൻ വേണ്ടെന്നേ പറയുള്ളൂ. പക്ഷേ ഇപ്പോൾ റയന് ഇത് മാത്രം മതി എന്ന് പറഞ്ഞത്. ഇത് നല്ല ടേസ്റ്റാണ്. എന്നാൽ നമുക്ക് കിട്ടുന്ന ബീഫ് നല്ല അടിപൊളി ബീഫാണ് കിട്ടണത്. നല്ല ടേസ്റ്റുള്ള ബീഫാണ്. അങ്ങനെ ഫ്രൂട്ട്സൊക്കെ ഒന്ന് എടുത്ത് വെച്ച്. അപ്പോൾ ഇത്രേ ആയിട്ടുള്ളൂ. ആ സമയത്ത് നമുക്ക് അപ്രതീക്ഷിതമായൊരു ഗസ്റ്റ് വന്നു. എനിക്ക് അതിശയം തോന്നിപ്പോയി. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിലൂടെ കാണാതെ ഈ ആളെ കാണിക്കാതെ ഇൻട്രൊഡ്യൂസ് ചെയ്ത സിസ്റ്റർ എനിക്ക് ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നെന്ന് പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം. ഇത് റോമിലാണ് സിസ്റ്റർ ഉള്ളത്. അപ്പോൾ എൻ്റെ അനിയത്തിക്കുട്ടിയാണ് കേട്ടോ. എൻ്റെ അപ്പച്ചൻ്റെ അനിയൻ്റെ മോളാണ്. അപ്പോൾ സിസ്റ്ററിൻ്റെ പേര് ആൻ ബ്രിജിറ്റ് എന്നാണ്. എങ്കിലും ഞങ്ങൾ സ്നേഹത്തോടെ ബിന്ദു എന്നാണ് വിളിക്കുക. അപ്പോൾ പുള്ളിക്കാരിയുടെ 25ാമത്തെ ജൂബിലി വർഷമാണിത്. സിസ്റ്ററായിട്ട് 25 വർഷം. അത് ആഘോഷിക്കാനാണ് പുള്ളിക്കാരത്തി റോമിൽ നിന്ന് നാട്ടിലേക്ക് വന്നേക്കുന്നത്. അപ്പോൾ കൂടെയുള്ളത് ബ്രദർ ലോബൻ്റെ മോള് അനഘയാണ്. അവൾ വിവാഹം കഴിച്ചിപ്പോൾ 5 മാസത്തോളം അടുത്ത് ക്യാരിങ് ആയിട്ട് ഇരിക്കുന്ന കുട്ടിയാണ് അവൾ. അപ്പോൾ അങ്ങനെ ആ മോളും സിസ്റ്ററും കൂടി അപ്രതീക്ഷിതമായി വന്ന്. അപ്പോൾ ഏകദേശം 1 മണിയൊക്കെ ആയിട്ടുണ്ടെന്നുള്ളൂ. നമ്മളൊരു 2:30 മണിക്കൊക്കെയാണല്ലോ ഫുഡ് കഴിക്കുക. അപ്പോൾ ആ ഒരു കണക്കിന് അറിഞ്ഞ് ഞാൻ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇവർക്ക് വേറെ സ്ഥലത്തേക്കൊക്കെ പോകാനുണ്ട് ഇനിയും ഈ കാര്യങ്ങൾ വിളിക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ ഏതായാലും ഞാൻ പറഞ്ഞു ഊണ് കഴിച്ചിട്ടേ പോകാൻ പാടെന്ന് പറഞ്ഞിട്ട് തിളച്ച വടി തന്നെ കോരിയെടുത്ത് വെച്ചിട്ടാണ്. കാരണം നമ്മൾ 2:30-ക്കല്ലേ കഴിക്കുള്ളൂ. പക്ഷേ ഇവർക്ക് വേഗം കൊടുക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ തിളച്ച വടി അവർക്ക് മാത്രം ഇട്ട് 2 ആൾക്കും വിളമ്പിയൊക്കെ വെച്ച് അവർ വളരെ കുറച്ചേ കഴിച്ചോളൂ കേട്ടോ. പേരിനൊരു ഇത്തിരി മാത്രം കഴിച്ചിട്ടൊക്കെ പോയിട്ടാ. അപ്പോൾ എനിക്ക് ഈ ബിന്ദുവിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ബിന്ദുവാണ് നമ്മളുടെ റിച്ചാർഡിൻ്റെ വിവാഹാലോചന റെഡിയാക്കി തന്നത് ബിന്ദുവിൻ്റെ കൂട്ടുകാരിയുടെ മോളാണ്. അപ്പോൾ അങ്ങനെ ഈ ബിന്ദുവിൻ്റെ കാര്യം ഞാൻ വീഡിയോയിൽ പല തവണ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളെ കാണിച്ചിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ തവണ ബിന്ദു വന്നപ്പോഴും എനിക്ക് ബിന്ദുവിനെ കാണിക്കണമെന്ന് ഇഷ്ടമുണ്ട്. എങ്കിലും എനിക്ക് ചോദിക്കാനൊരു പേടിയുണ്ടായിരുന്നു. ബിന്ദു ഞാനും വളരെ ക്ലോസ് ആണ്. എപ്പോഴും വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. എങ്കിലും നമുക്ക് അവരുടെ ആ ഒരു പദവിയെ നമ്മൾ ബഹുമാനിച്ചാൽ മതി. എൻ്റെ അനിയത്തിക്കുട്ടിയാണ് എങ്കിൽ തന്നെയും എനിക്ക് ആ പദവിയെ ബഹുമാനിച്ചേ മതിയാവുള്ളൂ. അപ്പം ഞാനങ്ങനെ ചോദിച്ചില്ലായിരുന്നു. പക്ഷേ ഇത്തവണ അനഘമോളുള്ളതുകൊണ്ട് അവളുടെ സൈഡ് പിടിച്ച് ഞാനിങ്ങനെ ചോദിച്ചു ഒന്ന് വീഡിയോ എടുത്തിട്ട്. അപ്പോൾ അനഘമോൾ പറഞ്ഞ് ആൻറ്റി എടുക്കുക ആൻറ്റി എന്ന് പറഞ്ഞ് അങ്ങനെ എടുത്തതാണ് ആ വീഡിയോ. അപ്പോൾ ഈ ഒരു ഫോട്ടോ ഇട്ടത് ഈ സംസാരം ഒന്ന് തീർക്കാൻ വേണ്ടിയിട്ട് ഇട്ടതാണ്. ഇതൊക്കെ റയനൊക്കെ പോയ ഫോട്ടോയാണ്. അപ്പോൾ ഈ റയൻ ഇത് പോസ്റ്റ് ചെയ്തിരിക്കണമെന്ന് ആരും വിചാരിക്കരുത്. കാരണം റയൻ അങ്ങനെ ഫോട്ടോയൊന്നും എടുക്കില്ല. അത് ഇവന്മാർക്കുള്ള പോസ് കാണിച്ചു കൊടുത്താണ്. കാരണം ഇവരുടെ അടുത്ത് പോസ്റ്റ് ചെയ്തിരിക്കാൻ പറഞ്ഞു കഴിയുമ്പോൾ ഇവർക്ക് അറിയില്ല. അപ്പോൾ ഇങ്ങനെ ഇരിക്കണമെന്ന് കാണിച്ചെടുത്ത ഒരു ഫോട്ടോയായിരുന്നു കേട്ടോ അത്. അപ്പോൾ റയനാണ് ഇവർക്ക് എല്ലാവർക്കും ഫോട്ടോ എടുത്ത് കൊടുക്കണം. അപ്പം ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ മക്കൾ ഫോട്ടോ എടുക്കാറില്ല, ഫോട്ടോക്ക് നിൽക്കാറുമില്ല, ഒരു സ്ഥലത്തും സ്വന്തം ഫോട്ടോ പോസ്റ്റ് ചെയ്യാറുമില്ല. അപ്പോൾ ഇവരുടെ ഫോട്ടോ ഒന്നും ഇവരാരും എടുക്കാറില്ല. പിന്നെ ഇവർക്ക് വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്ത് നിൽക്കാനും ഇരിക്കാനും ഒക്കെ റയൻ തന്നെയാണ് കാണിച്ചു കൊടുക്കുക. അപ്പോൾ അതൊക്കെയാണ് ഈ കാണുന്നത്. അപ്പോൾ ഗോവയിൽ പോയ 3 കുട്ടികളാണ് നിഖിൽ,
പാട്രിക്ക്, പിന്നെ നമ്മുടെ റയൻ കൊച്ച്. അപ്പോൾ ഇത്രയും ഉണ്ടാകുന്നുള്ളൂ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന്. നമ്മൾക്ക് അടുത്തൊരു വീഡിയോ തിങ്കളാഴ്ച വീണ്ടും കാണാം. താങ്ക്